Hi, hello, my dear students. We are starting part 2 class of our chapter 6 Mass Movement for Freedom. പ്രിയപ്പെട്ട കുട്ടികളെ സെക്കൻഡ് ടൈം പോർഷനായ മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡം നമ്മുടെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ആദ്യത്തെ ചാപ്റ്ററാണ് ചാപ്റ്റർ 6. ഇതൊരു ഹിസ്റ്ററി ചാപ്റ്ററാണെന്ന് നിങ്ങൾക്കറിയാം, സോഷ്യൽ സയൻസ് 1. അപ്പോൾ നിങ്ങൾ ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൂടി ഒന്ന് തുറന്നു നോക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. നിങ്ങൾ ടീച്ചർ പറയുന്ന ഭാഗങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കണം. എങ്കിലേ നമ്മുടെ ഈ ഒരു പഠനം നമുക്ക് ഉപയോഗപ്രദമായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് ആൻസർ എഴുതുക, നന്നായിട്ട് പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണല്ലേ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യം നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടീച്ചറിൻ്റെ വീഡിയോ കാണുന്നതിനോടൊപ്പം ക്ലാസ് ശ്രദ്ധിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ നോട്ട് എഴുതുന്ന കാര്യവും ശ്രദ്ധിക്കണം. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ PDF ആയിട്ട് നമ്മൾ നോട്ടുകൾ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടുകൾ എഴുതാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പാർട്ട് 1 ക്ലാസ്സിൽ എന്താണ് കണ്ടത്? ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുകയും ഗാന്ധിജി ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റിൽ അതിൻ്റെ ഒരു ലീഡറായി മാറുകയും ചെയ്തു. ഗാന്ധിജിയുടെ ലീഡർഷിപ്പോടുകൂടി ഫ്രീഡം സ്ട്രഗിളിന് വന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഏർലി സ്ട്രഗിൾസാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും പഠിച്ചത്. 1917 നടന്ന ചമ്പാരൻ സത്യാഗ്രഹ, 1918 നടന്ന 2 സ്ട്രഗിൾസ് ഉണ്ട്. ഖേദയിലെ പെസൻ സ്ട്രഗിളും അതുപോലെ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്കും. അപ്പോൾ അവിടെയൊക്കെ ഗാന്ധിജി സക്സസ് ആയിരുന്നു. ഇന്ന് പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഇന്ത്യയിലെ ഫ്രീഡം സ്ട്രഗിളിന് എന്ത് മാറ്റങ്ങൾ വന്നു, ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഏതൊക്കെയായിരുന്നു. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ മാസ് മൂവ്മെൻ്റ് എന്നാണ് പേര്. അപ്പോൾ നമ്മൾ മാസ് മൂവ്മെൻറ്റിലേക്ക് കയറാൻ പോവുകയാണ്. അതായത് എല്ലാ ഗ്രൂപ്പ് ഓഫ് പീപ്പിളും, ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരുമിച്ച് ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടന്ന മൂവ്മെൻറ്റ്സാണ്, ഫ്രീഡം മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ മാസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു നാഷണൽ ലെവൽ മൂവ്മെൻറ്റിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ നമ്മൾ പഠിച്ച ചമ്പാരൻ, ഖേദ, അഹമ്മദാബാദ് മില്ലൊക്കെ എന്താണ്? അതൊരു ലോക്കൽ മൂവ്മെൻറ്റ്സ് ആയിരുന്നു. ലോക്കൽ ഒരു അഹമ്മദാബാദിൽ അല്ലെ ഒരു ഖേദ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെ ഒരു ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം നടന്ന ലോക്കൽ മൂവ്മെൻറ്റ്സ് ആയിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഗാന്ധിജി ലീഡർഷിപ്പ് കൊടുത്ത ആദ്യത്തെ മാസ് മൂവ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുക. അതിൻ്റെ പേരാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ അവസാനിച്ചതിന് ശേഷം 1919 കാലത്തിലേക്ക് നമ്മൾ വരികയാണ്. 1919 എന്താണ് 1919 സംഭവിച്ചത്? ബ്രിട്ടീഷുകാരെ ഏറ്റവും വലിയ അവരുടെ ഒരു ലോ കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് റൗലറ്റ് ആക്ട്. അപ്പോൾ റൗലറ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കുകയും നമ്മുടെ സിവിൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എല്ലാം കട്ട് ചെയ്യുന്ന ഒരു നിയമമായിരുന്നു റൗലറ്റ് ആക്ട്. അപ്പോൾ നമുക്ക് ആദ്യം റൗലറ്റ് ആക്ടിനെ പറ്റി ഒന്ന് പഠിക്കാം. ഓക്കെ, റെസിസ്റ്റൻസ് ടു ബ്രിട്ടീഷ് റിപ്രഷൻ. ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിനെ ഇന്ത്യക്കാരെങ്ങനെ റെസിസ്റ്റ് ചെയ്തു? റെസിസ്റ്റൻസ്. റൗലറ്റ് ആക്ട് ഓഫ് 1919 പ്രിപ്പയർ എ നോട്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ റിപ്രഷന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് റൗലറ്റ് ആക്ട്. ഇന്ത്യക്കാരെ അവർ എങ്ങനെ അടിച്ചമർത്തി, എങ്ങനെ അവർ റിപ്രസ് ചെയ്തു, അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് അവർ കൊണ്ടുവന്ന റൗലറ്റ് ആക്ട് എന്ന് പറയുന്ന ആ ഒരു നിയമം. 1919 അത് നടപ്പിലാക്കിയത്, കൊണ്ടുവന്നത്. എന്തായിരുന്നു ഈ നിയമത്തിൻ്റെ പൊരുൾ? എന്തായിരുന്നു അതിൻ്റെ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ? റൗലറ്റ് ആക്ട് വാസ് ഇംപ്ലിമെൻറ്റഡ് ആസ് എ പാർട്ട് ഓഫ് ദി ബ്രിട്ടീഷ് എഫേർട്ട് ടു റിപ്രസ് ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിനെ കൂടുതൽ റിപ്രസ് ചെയ്യുക എന്നതായിരുന്നു റൗലറ്റ് ആക്ടിൻ്റെ പ്രധാനപ്പെട്ട അവരുടെ എയിം. ദ റൗലറ്റ് ആക്ട് വാസ് ഇംപ്ലിമെൻറ്റഡ് ആസ് എ പാർട്ട് ഓഫ് ദ ബ്രിട്ടീഷ് എഫേർട്ട് ടു റിപ്രസ് ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. അക്കോർഡിംഗ് ടു ദിസ് ലോ, എനിവൺ കുഡ് ബി അറസ്റ്റഡ് വിതൗട്ട് എ വാറൻറ്റ് കൊടുക്കാതെ ഒരാളെയും അറസ്റ്റ് ചെയ്യരുത്. അതാണല്ലോ അതിൻ്റെ നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്.
നമ്മളെ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വാറൻറ്റ് വേണം. ആ വാറൻറ്റിനകത്ത് വ്യക്തമായിട്ട് എന്താണ് നമ്മൾ ചെയ്ത കുറ്റം എന്ന് എഴുതിയിരിക്കും. അപ്പോൾ ആ കുറ്റം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമേ അയാളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമേ ഒരാളെ അറസ്റ്റ് ചെയ്യാവൂ. അപ്പോൾ റൗലറ്റ് ആക്ട് വന്നതോടുകൂടി ആ ഒരു വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന്, സിവിൽ റൈറ്റ്സിന് എതിരാണ്. എനി വൺ കുഡ് ബി അറസ്റ്റഡ് വിതൗട്ട് എ വാറൻറ്റ്. അപ്പോൾ ഇന്ത്യയിലെ ഏതൊരു ഫ്രീഡം സ്ട്രഗിൾ നടത്തുന്ന ഏതൊരു ഫ്രീഡം ഫൈറ്ററെയും എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള അവരുടെ ആ ഒരു ചിന്തയാണ് ഇങ്ങനൊരു നിയമത്തിലേക്ക് അവരെ കൊണ്ടുപോയത്. എനിവൺ കുഡ് ബി ജയിൽഡ് വിതൗട്ട് ട്രയൽ കൂടാതെ ആരെയും ജയിലിൽ അടയ്ക്കാൻ പാടില്ല. അതാണല്ലോ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലെങ്കിൽ സിവിൽ നിയമം. എന്നാൽ റൗലറ്റ് ആക്ട് എന്ത് കൊണ്ടുവന്നു? എനിവൺ കുഡ് ബി ജയിൽഡ് വിതൗട്ട് ട്രയൽ. എന്താണ് ട്രയൽ എന്ന് പറഞ്ഞാൽ? കോടതിയിൽ ഒരാളെ വിസ്തരിക്കുകയും ആ കോടതിയിൽ അതിനെപ്പറ്റി വാദപ്രതിവാദങ്ങൾ നടത്തുകയും അയാളുടെ കുറ്റങ്ങളെ എല്ലാം പൂർണ്ണമായും വിചാരണ ചെയ്യുന്നതിനാണ് ട്രയൽ എന്ന് പറയുക. അപ്പോൾ ട്രയൽ ഇല്ലാതെ ആരെ വേണമെങ്കിലും ജയിലിലടയ്ക്കാം, വാറൻ്റ് ഇല്ലാതെ ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. അത്രയും കിരാതമായ ഒരു നിയമമായിരുന്നു റൗലറ്റ് ആക്ട് ഓഫ് 1990. ഓക്കെ, ദിസ് ആക്ട് കർട്ടെയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഈ ആക്ട് എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയും നിരോധിച്ചു, അല്ലെ കട്ട് ചെയ്തു. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് ലോ എനിവൺ കുഡ് ബി അറസ്റ്റഡ് വിതൗട്ട് എ വാറൻറ്റ്, എനിവൺ കുഡ് ബി ജയിൽഡ് വിതൗട്ട് ട്രയൽ. ഓക്കെ, ദെൻ ഇന്ത്യക്കാർ ഈ റൗലറ്റ് ആക്ടിനെ എങ്ങനെയാണ് പ്രതിരോധിച്ചത്, എങ്ങനെയാണ് അവരതിനെ കൗണ്ടർ ചെയ്തത് നമുക്ക് നോക്കാം. പ്രിപ്പയർ എ നോട്ട് ഓൺ ആൻറ്റി റൗലറ്റ് അജിറ്റേഷൻ. റൗലറ്റ് ആക്ടിന് എതിരായിട്ട് നടന്ന സ്ട്രഗിൾസിനെയാണ് ആൻറ്റി റൗലറ്റ് അജിറ്റേഷൻ എന്ന് പറയുക. എന്തൊക്കെയാണ് ആൻറ്റി റൗലറ്റ് അജിറ്റേഷനായിട്ട് ഇന്ത്യയിൽ സംഭവിച്ചത്? ഗാന്ധിജി കോൾഡ് ഫോർ എ നാഷണൽ ഹർത്താൽ ഓൺ April 6, 1990. April 6 ഗാന്ധിജി ഒരു നേഷൻ മുഴുവൻ പങ്കെടുക്കുന്ന ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തു. ഗാന്ധിജി കോൾഡ് ഫോർ എ നാഷണൽ ഹർത്താൽ. അപ്പോൾ ഗാന്ധിജിയുടെ ആ ഫ്രീഡം മൂവ്മെൻറ്റ്സിലെ അദ്ദേഹത്തിൻ്റെ മെത്തേഡ്സിലൊന്നായിരുന്നു ഹർത്താൽ. അതായത് നോൺ വയലൻ്റ് ആണ്, അല്ലേ? വയലൻസ് ഒന്നുമില്ലാതെ നമുക്ക് പ്രതിഷേധം കാണിക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മെത്തേഡായിരുന്നു ഗാന്ധിജിയുടെ ഒരു മെത്തേഡായിരുന്നു ഹർത്താൽ. എന്താണ് ഈ ഹർത്താലിൽ ചെയ്യുക? എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിടുക, വാഹനങ്ങളൊക്കെ ഓടാതിരിക്കുക, സ്കൂളുകളും കോളേജുകളും പ്രവർത്തിപ്പിക്കാതിരിക്കുക, അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം കൂടി ചെയ്യുന്നതിനാണ് നമ്മൾ ഹർത്താൽ എന്ന് പറയുക. അപ്പോൾ ഗാന്ധിജി കോൾഡ് എ നാഷണൽ ഹർത്താൽ. ഏത് നിയമത്തിനെതിരെയാണ് ഗാന്ധിജി ഹർത്താൽ പ്രഖ്യാപിച്ചത്? റൗലറ്റ് ആക്ടിനെതിരെ. സോ ആൻറ്റി റൗലറ്റ് അജിറ്റേഷൻ്റെ ഭാഗമായി ഗാന്ധിജി കോൾഡ് ഫോർ എ നാഷണൽ ഹർത്താൽ on April 6, 1990. A സത്യാഗ്രഹ സഭ വാസ് ഫോംഡ് ടു പബ്ലിസൈസ് ദ മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റിനെ, ഈ ഹർത്താലുകളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അതിനെ പബ്ലിക്കാക്കാൻ, അതിന് പ്രചാരണം കൊടുക്കാൻ വേണ്ടി സത്യാഗ്രഹ സഭ എന്ന് പറയുന്ന ഒരു ബോഡി, ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു. എ സത്യാഗ്രഹ സഭ വാസ് ഫോംഡ് ടു പബ്ലിസൈസ് ദ മൂവ്മെൻറ്റ്. ദർ വാസ് എ മാസീവ് പോപ്പുലർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഹർത്താൽ. ഹർത്താൽ പൂർണ്ണമായിരുന്നു. എല്ലാവരും അതിനോട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തു, എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ കടകളൊക്കെ അടച്ചിടേണ്ടിയവർ അത് ചെയ്തു. ബലപ്രയോഗമില്ലാതെ തന്നെ ആൾക്കാർ സ്വയം ഹർത്താലിന് വേണ്ടി തയ്യാറായി. ദർ വാസ് എ മാസീവ് പോപ്പുലർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഹർത്താൽ. ഗാന്ധിജി ഡിസ്ക്രൈബ്ഡ് ഇറ്റ് ആസ് ദ മോസ്റ്റ് വണ്ടർഫുൾ സ്പെക്ടാക്കിൾ. ഗാന്ധിജി പറഞ്ഞു, ജനങ്ങൾ സ്വയം ഹർത്താലിനോട് അനുകൂലമായിട്ട് പ്രതികരിച്ചത് ഒരു വലിയ അത്ഭുതമാണെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അതായത് കമ്പൽ ചെയ്യാതെ തന്നെ, നമുക്കറിയാം ഹർത്താലുകൾ പലപ്പോഴും സംഭവിക്കുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ഹർത്താൽ പ്രഖ്യാപിച്ചത് അവർ വന്ന് ബലം പ്രയോഗിച്ചാണ് കടകൾ അടപ്പിക്കുകയും അല്ലെങ്കിൽ വണ്ടികൾ തടയുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരും വണ്ടി തടയാൻ പോയില്ല, ആരും കടയടപ്പിക്കാൻ പോയില്ല, ആരും ഫോഴ്സ് ചെലുത്തിയില്ല, ഒന്നും ചെയ്തില്ല. എന്നിട്ടും ജനങ്ങൾ അത് അനുസരിച്ചു. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, ഗാന്ധിജി ഡിസ്ക്രൈബ് ദിസ് ആസ് എ മോസ്റ്റ് വണ്ടർഫുൾ സ്പെക്ടാക്കിൾ, അല്ലേ? ഒരു വലിയ അത്ഭുതമാണെന്ന് ഗാന്ധിജി പറഞ്ഞു. ജനങ്ങൾ അത്രമാത്രം ഫ്രീഡം സ്ട്രഗിളിനെ ഇഷ്ടപ്പെട്ടു. ജാലിയൻ വാലാബാഗ് മസാക്കർ വാസ് ഓൾസോ ഹാപ്പൻഡ് ആസ് എ പാർട്ട് ഓഫ് ദിസ് അജിറ്റേഷൻ.
സത്യം പറഞ്ഞാൽ ജാലിയൻ വാലാബാഗ് മസാക്കറെ ആ കൂട്ടക്കുരുതി നടന്നതും ഈ ആൻറ്റി റൗലറ്റ് അജിറ്റേഷൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. അങ്ങനൊരു സംഭവം ഉണ്ടായി. ആൻറ്റി റൗലറ്റ് അജിറ്റേഷൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച ഒരു വലിയ മസാക്കറായിരുന്നു ഈ ജാലിയൻ വാലാബാഗ് മസാക്കർ. ഓക്കെ, അപ്പോൾ നമ്മളിനി എങ്ങോട്ടാണ് നീങ്ങുന്നത്? ജാലിയൻ വാലാബാഗ് മസാക്കറിലേക്കാണ് നമ്മൾ നീങ്ങുക. 1919 ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ റൗലറ്റ് ആക്ട് അതൊരു എല്ലാ സിവിൽ റൈറ്റ്സിനെയും നിരോധിക്കുകയും അതിനെതിരെ ആൻറ്റി റൗലറ്റ് അജിറ്റേഷൻ ഇന്ത്യയിൽ ഉണ്ടാവുകയും ആ അജിറ്റേഷൻ്റെ ഭാഗമായിട്ട് ഒരു മസാക്കർ തന്നെ സംഭവിച്ചു. അതിൻ്റെ പേരാണ് ജാലിയൻ വാലാബാഗ് മസാക്കർ. അപ്പോൾ ഇയർ നിങ്ങൾ മറന്നു പോകരുത്, 1919. ഓക്കെ, പ്രിപ്പയർ എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ജാലിയൻ വാലാബാഗ് മസാക്കർ. ജാലിയൻ വാലാബാഗ് മസാക്കറിനെ പറ്റി ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതുക. അതൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ, ജാലിയൻ വാലാബാഗ് മസാക്കർ. കാരണം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കിയ ഇറ്റ് ഷുഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുക. അതായത് ഈ ജാലിയൻ വാലാബാഗ് മസാക്കർ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ പൊളിച്ചു, അടിത്തറ ഇളക്കി. ആ ഒരു സംഭവമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകേണ്ട വരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചത്. അവർ ചെയ്ത വലിയ ഒരു കടുത്ത അവരുടെ ഒരു ഏറ്റവും വലിയ ഒരു ബ്ലണ്ടറായിപ്പോയി ജാലിയൻ വാലാബാഗ് മസാക്കർ. അതുവരെ ഈ ഫ്രീഡം സ്ട്രഗിളിലൊന്നും താല്പര്യമില്ലാതിരുന്ന ഇന്ത്യക്കാർ പോലും ഫ്രീഡം സ്ട്രഗിളിലേക്ക് വരാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും എല്ലാ അജിറ്റേഷൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അങ്ങനെ ഫ്രീഡം സ്ട്രഗിൾ ഒരു വലിയ മാസ് മൂവ്മെൻ്റായി മാറാനും അവസാനം ബ്രിട്ടീഷുകാരെ ഇന്ത്യക്ക് അധികാരം കൈമാറി ഇവിടുന്ന് പോകേണ്ടി വന്നതും സത്യം പറഞ്ഞാൽ എന്തായിരുന്നു? ഈ ജാലിയൻ വാലാബാഗ് മസാക്കറാണ് അതിനെല്ലാം കാരണം. അതുകൊണ്ടാണ് പറയുന്നത് ജാലിയൻ വാലാബാഗ് മസാക്കർ ഷുഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പം നമുക്കതിനെപ്പറ്റി ഒന്ന് പഠിക്കാം. ആൻറ്റി റൗലറ്റ് അജിറ്റേഷൻ വാസ് വെരി സ്ട്രോങ് ഇൻ പഞ്ചാബ് ആൻഡ് ലാഹോർ. ആൻറ്റി റൗലറ്റ് അജിറ്റേഷൻ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നടന്നത് പഞ്ചാബിലും ലാഹോറിലുമാണ്. ലാഹോർ എന്ന് പറയുന്നത് അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. എന്നാൽ പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ എന്ന ഡിവിഷൻ ഉണ്ടായപ്പോൾ ലാഹോർ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് മാറി. എന്നാൽ ഈ ജാലിയൻ വാലാബാഗ് മസാക്കറൊക്കെ നടക്കുന്ന സമയത്ത് ലാഹോറും ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ആൻറ്റി റൗലറ്റ് അജിറ്റേഷൻ നടന്ന രണ്ട് സ്ഥലങ്ങളായിരുന്നു പഞ്ചാബും ലാഹോറും. നമുക്കറിയാം പഞ്ചാബിലെ ധാരാളം പേട്രിയോട്ട്സ് ഉണ്ടായിരുന്നു അല്ലേ, നല്ല ദേശീയ ബോധമുള്ള ആളുകളുള്ള ഒരു സ്ഥലമായിരുന്നു പഞ്ചാബ്. അപ്പോൾ പഞ്ചാബിൽ ഈ ആൻറ്റി റൗലറ്റ് അജിറ്റേഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു. ഡോക്ടർ സത്യപാൽ ആൻഡ് ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു ദ ലീഡേഴ്സ് വെയർ അറസ്റ്റഡ് ആൻഡ് ഇംപ്രിസൺഡ്. അവിടെ പഞ്ചാബിൽ ആൻറ്റി റൗലറ്റ് അജിറ്റേഷന് നേതൃത്വം കൊടുത്ത രണ്ട് പേര് ഡോക്ടേഴ്സ് ആയിരുന്നു, ഡോക്ടർ സത്യപാൽ ആൻഡ് ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു. ദേ വെയർ അറസ്റ്റഡ് ആൻഡ് ഇംപ്രിസൺഡ്. അവരെ ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. ദേ വെയർ ഇംപ്രിസൺഡ് ആൻഡ് അറസ്റ്റഡ്. മാർട്ടിയൽ ലോ വാസ് ഡിക്ലെയർഡ് ഇൻ അമൃത്സർ. എന്താണ് ഈ മാർട്ടിയൽ ലോയുടെ പ്രത്യേകത? നമ്മുടെ സിവിൽ റൈറ്റ്സ് എല്ലാം കട്ട് ചെയ്ത് നമ്മളതിന് പറയുന്നത് അതായത് ഒരു പട്ടാള ഭരണം പോലെയാണ് മാർട്ടിയൽ ലോ. അതായത് ഒരു ഫ്രീഡവും ജനങ്ങൾക്ക് കാണത്തില്ല. അവരെ ഭരണകൂടം പറയുന്നത് അനുസരിച്ചുകൊണ്ട് കൂട്ടം കൂടാൻ പാടില്ല, സന്ധ്യസമയത്തെ വെളിയിലിറങ്ങാൻ പാടില്ല, വീട്ടിലടച്ചിരിക്കണം, അതുപോലെ തന്നെ ആയുധങ്ങൾ ഉപയോഗിച്ച് സഞ്ചരിക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങളുള്ള ഒരു ലോയാണ് മാർട്ടിയൽ ലോ. ദിസ് മാർട്ടിയൽ ലോ വാസ് ഡിക്ലെയർഡ് ഇൻ അമൃത്സർ. Okay, as a protest on April 13, 1919, people gathered on a ground for a public meeting at Jallian Wala Bagh. ജാലിയൻ വാലാബാഗ് പഞ്ചാബിലെ ഒരു ഗ്രൗണ്ടാണ്. അതിന് ചുറ്റും ആ ഗ്രൗണ്ടിൻ്റെ ഒരു പ്രത്യേകത, ഈ ഗ്രൗണ്ടിൻ്റെ 4 വശത്തും ബിൽഡിങ്സ് ആണ്. അവിടേക്ക് കയറാൻ ഒരു ചെറിയ എൻട്രൻസ് മാത്രമാണുള്ളത്. അങ്ങനെ 4 വശവും അടയ്ക്കപ്പെട്ട ഒരു ഗ്രൗണ്ടായിരുന്നു ജാലിയൻ വാലാബാഗ്. ഈ ജാലിയൻ വാലാബാഗിൽ ഏപ്രിൽ 13, 1919 സമാധാനപരമായ ഒരു മീറ്റിംഗ് നടന്നു. അത് ഏത് നിയമത്തിനെതിരെ നടന്ന മീറ്റിംഗ് ആണ്? റൗലറ്റ് ആക്ടിനെതിരെ ഒരു മീറ്റിംഗ് നടന്നു. എ പബ്ലിക് മീറ്റിംഗ് വാസ് അറേഞ്ച്ഡ് ഇൻ ജാലിയൻ വാലാബാഗ് ഏപ്രിൽ 13, 1919 ആൻഡ് പീപ്പിൾ ഗ്യാതേർഡ് ദെയർ. ആളുകൾ ആയുധമൊന്നുമില്ലാതെ അവർ വളരെ, ഈ മാർട്ടിയൽ ലോയൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ആയുധമൊന്നുമില്ലാതെ ആളുകൾ വളരെ സമാധാനപരമായിട്ട് ആ മീറ്റിങ്ങിലേക്ക് വന്നു. ജാലിയൻ വാലാബാഗിൽ ആളുകൂടി. അവിടെ പ്രസംഗിക്കുന്ന ആരാണ്? അവരുടെ ലീഡേഴ്സ് ഡോക്ടർ സത്യപാൽ ആൻഡ് ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു. ഫോളോയിങ് ദ ഓർഡേഴ്സ് ദെൻ വാട്ട് ഹാപ്പൻ?
പട്ടാളം, ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പട്ടാളം, ഒരു വിങ് പട്ടാളം അവിടേക്ക് ഇരച്ചെത്തി. ഫോളോയിങ് ദ ഓർഡേഴ്സ് ഓഫ് ജനറൽ ഡയർ, ദ ബ്രിട്ടീഷ് പോലീസ് ഓപ്പൺ ഫയർ ഓൺ ദ ക്രൗഡ് വിത്തൗട്ട് വാണിംഗ്. ഒരു വാണിങ്ങും ഇല്ലാതെ, വിത്തൗട്ട് വാണിംഗ്. സാധാരണഗതിയിൽ ഫയർ ചെയ്യുന്നതിന് മുമ്പ് വാണിംഗ് കൊടുക്കണം, ജനങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സമയം കൊടുക്കണം. പക്ഷേ അതൊന്നുമില്ലാതെ, വിത്തൗട്ട് വാണിംഗ്, ജനറൽ ഡയർ ഹി ഓർഡേഡ് ഫോർ ഫയറിംഗ്, ഫയർ ചെയ്യാൻ ഓർഡർ ചെയ്തു. ആൻഡ് ബ്രിട്ടീഷ് പോലീസ് ഓപ്പൺ ഫയർ, ബ്രിട്ടീഷ് പോലീസ് ഫയർ ഓപ്പൺ ചെയ്തു. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ഡൈഡ്, നൂറുകണക്കിന്, 379 എന്നൊക്കെയാണ് പറയുക. 379 പീപ്പിൾ ഡൈഡ് ഇൻ ജാലിയൻ വാലാബാഗ് മസാക്കർ. ഏകദേശം 370-380 ആൾക്കാരോളം മരിച്ചെന്ന് ഒഫീഷ്യലി ബ്രിട്ടീഷുകാർ പറയുന്നു. പക്ഷേ ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ഡൈഡ് ഇൻ ദാറ്റ് ഇൻസിഡൻറ്റ് ആൻഡ് തൗസൻഡ് ഓഫ് പീപ്പിൾ ഇഞ്ചുവേർഡ്. അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ മുറിവേൽക്കുകയും നൂറുകണക്കിന് ആളുകൾ മരിക്കുകയും ചെയ്ത ഒരു വലിയ ഒരു കൂട്ടക്കുരുതിയായിരുന്നു ജാലിയൻ വാലാബാഗ് മസാക്കർ. അപ്പോൾ ഈ ജാലിയൻ വാലാബാഗ് മസാക്കർ റാൻഡി റൗലറ്റ് ആക്ടിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ച ഒരു മസാക്കറാണ്, ഒരു ഇൻസിഡൻ്റാണ്. അത് സംഭവം നടന്നത് April 13, 1919 April 6 ഹർത്താൽ. ഈ ജാലിയൻ വാലാബാഗ് മസാക്കർ നടന്നത് April 13 1919. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. എന്തായിരുന്നു റൗലറ്റ് ആക്ട്, എന്തായിരുന്നു ആ റൗലറ്റ് ആക്ടിൻ്റെ പ്രശ്നം. രണ്ടാമത് നമ്മൾ പഠിച്ചത് ആൻറ്റി റൗലറ്റ് അജിറ്റേഷൻ്റെ ഭാഗമായിട്ട് നടന്ന ആ വലിയ സംഭവം ജാലിയൻ വാലാബാഗ് മസാക്കർ. ഓക്കെ, ജാലിയൻ വാലാബാഗിലെ മസാക്കർ നടന്ന അതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണുന്നത്. അതിനെപ്പറ്റി അതിൻ്റെ സ്മാരകമായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന മെമ്മോറിയലാണ് നിങ്ങൾ ആദ്യത്തെ പിക്ചറായിട്ട് കാണുന്നത്, ജാലിയൻ വാലാബാഗ് മെമ്മോറിയൽ. ഇത് നമുക്ക് ജാലിയൻ വാലാബാഗിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭഗത് സിംഗ് പോലുള്ള കുട്ടികളൊക്കെ അന്ന് കുട്ടികളായിരുന്നു. അവരൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ജാലിയൻ വാലാബാഗ്, അല്ലേ? ഭഗത് സിംഗും ഒക്കെ ഒരു വയലൻ്റ് അജിറ്റേഷനിലേക്കൊക്കെ പോകാനുള്ള കാരണം ഈ ജാലിയൻ വാലാബാഗ് മസാക്കറായിരുന്നു. ഓക്കെ, ദെൻ ഗാന്ധിജി ടുക്ക് അപ്പ് ദ ഖിലാഫത്ത് ഇഷ്യൂ. വൈ? ഇപ്പോൾ ഈ ഖിലാഫത്ത് മൂവ്മെൻ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റ്? നമുക്കറിയാം, ഫസ്റ്റ് വേൾഡ് വാറിൽ തുർക്കി പരാജയപ്പെട്ടു. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിരുന്ന ഖലീഫയ്ക്ക് അദ്ദേഹത്തിൻ്റെ പവർ നഷ്ടപ്പെടുകയും ബ്രിട്ടീഷുകാരെ അദ്ദേഹത്തിനെതിരെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. അതായത് അദ്ദേഹത്തിൻ്റെ പവറൊക്കെ കുറച്ചു. കാരണം തുർക്കി ഫസ്റ്റ് വേൾഡ് വാറിൽ തോൽപ്പിക്കപ്പെട്ട ഗ്രൂപ്പിലായിരുന്നു, ബ്രിട്ടീഷുകാരെ ജയിച്ച ഗ്രൂപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ തുർക്കിയിലെ ആത്മീയ നേതാവായിരുന്ന അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ഖലീഫയ്ക്ക് ചില അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അതിൽ ലോക മുസ്ലിങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു. അവരതിനെ ഒപ്പോസ് ചെയ്തു. അങ്ങനെ അവരുണ്ടാക്കിയ ഖലീഫയ്ക്ക് അദ്ദേഹത്തിൻ്റെ പവേഴ്സ് തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉണ്ടായ ഒരു ലോക മൂവ്മെൻ്റ് ആയിരുന്നു, ഒരു വേൾഡ് മൂവ്മെൻ്റ് ആയിരുന്നു ഖിലാഫത്ത് മൂവ്മെൻറ്റ്. അതിൻ്റെ ഒരു യൂണിറ്റ് ഇന്ത്യയിലും സ്റ്റാർട്ട് ചെയ്തു. സോ എ യൂണിറ്റ് ഓഫ് ഖിലാഫത്ത് മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ആലി ബ്രദേഴ്സ്, മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. അപ്പോൾ മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി എന്ന് പറയുന്ന രണ്ട് ഇന്ത്യക്കാരെ ഈ വേൾഡ് ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ ഒരു യൂണിറ്റ് ഇന്ത്യയിൽ സ്ഥാപിച്ചു. ഗാന്ധിജി സപ്പോർട്ട് ദ ഖിലാഫത്ത് ഇഷ്യൂ ഓർ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഗാന്ധിജി എന്തിനാണ് ഈ മുസ്ലിം മൂവ്മെൻ്റായ ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തത്? വൈ ഗാന്ധിജി ടുക്ക് അപ്പ് ദ ഖിലാഫത്ത് ഇഷ്യൂ? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. എന്തിനാണ് ഗാന്ധിജി ഈ ഖിലാഫത്ത് ഇഷ്യൂവിനെ സപ്പോർട്ട് ചെയ്ത് അതിനെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തത്? അതിന് കാരണമുണ്ട്. നോക്കിക്കേ, എന്തൊക്കെയാണ് കാരണങ്ങളെ? ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി. നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ 1919 കാലഘട്ടത്തിൽ വന്ന് നിൽക്കുക, അല്ലേ? ആ സമയം വരെയും മുസ്ലിംസ് നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിലേക്ക് കാര്യമായിട്ട് എത്തിയിരുന്നില്ല. അപ്പോൾ ഗാന്ധിജി ഈ ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ മുസ്ലിം ഹിന്ദു യൂണിറ്റിയും മുസ്ലിംസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഫ്രീഡം സ്ട്രഗിളിൽ ഇൻക്രീസ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കാമെന്ന് ഗാന്ധിജിക്ക് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹം ഖിലാഫത്ത് ഇഷ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി, ഫോർ മുസ്ലിം പാർട്ടിസിപ്പേഷൻ ഇൻ ഫ്രീഡം സ്ട്രഗിൾ, ഫോർ എക്സ്റ്റെൻഡിങ് ദ ഫ്രീഡം സ്ട്രഗിൾ ടു റൂറൽ ഏരിയാസ്. നമുക്കറിയാം, കൂടുതൽ ആളുകളും മുസ്ലിംസൊക്കെ താമസിക്കുന്ന റൂറൽ ഏരിയാസിലേക്ക്,
എർബൻ ഏരിയയിൽ നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ സ്ട്രോങ് ആയിരുന്നു, ബട്ട് റൂറൽ ഏരിയയിൽ ഫ്രീഡം സ്ട്രഗിൾ സ്ട്രോങ് അല്ലായിരുന്നു. അതുകൊണ്ട് റൂറൽ ഏരിയാസിലേക്ക് കൂടി ഫ്രീഡം സ്ട്രഗിളിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് ഫ്രീഡം കിട്ടുകയുള്ളൂ. ഒരു എർബൻ ഏരിയയിൽ മാത്രം ഫ്രീഡം സ്ട്രഗിൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ എങ്ങനെ നമുക്ക് ഫ്രീഡം കിട്ടും? അതുകൊണ്ട് റൂറൽ ഏരിയാസിലേക്ക് കൂടി ഫ്രീഡം സ്ട്രഗിളിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഗാന്ധിജി സപ്പോർട്ട് ഖിലാഫത്ത് ഇഷ്യൂ. He support Khilafat issue for Muslim-Hindu unity, for the participation of Muslims in freedom struggle, for increasing the participation of Muslims in freedom struggle, and for extending our freedom struggle to rural areas, and for national solidarity. നാഷണൽ സോളിഡാരിറ്റി ഉണ്ടാകാൻ വേണ്ടി കൂടിയാണ് ഗാന്ധിജി ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഗാന്ധിജി ജോയിൻ ഹാൻഡ് വിത്ത് മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി, the leaders of Khilafat movement in India, and they jointly visit so many places in India, and they seek the support of Hindus, Muslims, Christians for the freedom struggle. അപ്പോൾ ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടി സപ്പോർട്ട് യാചിച്ചുകൊണ്ട് ഗാന്ധിജിയും ഖിലാഫത്ത് ലീഡേഴ്സും ഇന്ത്യയുടെ ന്യൂക്ക് ആൻഡ് കോർണേഴ്സ്, ഇന്ത്യയുടെ മുക്കും മൂലയും അവരെ വിസിറ്റ് ചെയ്യുകയും അവരൊരു ടൂർ നടത്തുകയും അങ്ങനെ എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കുകയും അവരെ പ്രസംഗിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ ഒരു മാസ് മൂവ്മെൻ്റായിട്ട് മാറാനായിട്ട് അത് ഇടയാക്കി. സോ ദ ക്വസ്റ്റ്യൻ ഈസ് വെരി റെലവൻറ്റ്. വൈ ഗാന്ധിജി ടുക്ക് അപ്പ് ദ ഖിലാഫത്ത് ഇഷ്യൂ? വൈ ഗാന്ധിജി സപ്പോർട്ട് ഖിലാഫത്ത് ഇഷ്യൂ? The only reason is for increasing Hindu-Muslim unity, for increasing Muslim participation in freedom struggle, and for national solidarity, and extending our freedom struggle to rural areas. Gandhiji joined hand with the Khilafat leaders Muhammad Ali and Shaukat Ali. Do you understand? Yes. Then ഇനി നമ്മൾ ആദ്യത്തെ നമ്മുടെ മാസ് മൂവ്മെൻറ്റിലേക്ക് വരികയാണ്. നാഷണൽ ലെവലിൽ ഗാന്ധിജി ലീഡർഷിപ്പ് കൊടുത്ത ഒന്നാമത്തെ മാസ് മൂവ്മെൻ്റാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ഇനിയും നമ്മൾ പല മാസ് മൂവ്മെൻറ്റും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ ആണ് മാസ് മൂവ്മെൻറ്റ് കേട്ടോ. മാസ്സായിട്ട് വന്ന ആദ്യത്തെ മൂവ്മെൻ്റ് എന്നാണ് ടീച്ചർ ഉദ്ദേശിക്കുന്നത്. ഏർലി സ്ട്രഗിൾസ് ഒക്കെ ഉണ്ട്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനെ പറ്റി പറയാം. ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, non-violent non-cooperation movement was launched under the joint leadership of Indian National Congress and Khilafat Committee. They joined hands, അവർ കൈ കോർത്തു. എന്നിട്ടോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ഖിലാഫത്ത് കമ്മിറ്റി ജോയിൻലി ലോഞ്ച്ഡ് ദ നോൺ വയലൻറ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. അവരൊന്നിച്ചാണ് നോൺ വയലൻറ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്തത്. എന്താ ലോഞ്ചിങ് എന്ന് പറഞ്ഞാൽ അത് അവതരിപ്പിച്ചു, അത് കൊണ്ടുവന്നു. The methods of non-cooperation movement included, ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ മെത്തേഡ് എന്തൊക്കെയായിരുന്നു? റിട്ടേണിംഗ് ടൈറ്റിൽസ് ഓഫ് ഓണേഴ്സ് ഗ്രാൻഡഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ആർക്കൊക്കെ ഓണേഴ്സ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടോ, അതായത് സർ പദവി അല്ലെങ്കിൽ ചില അവാർഡുകളെ, ചില പതക്കങ്ങളെ, ചില പ്രൈസസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്കാർക്ക്, അതെല്ലാം റിട്ടേൺ ചെയ്തു. അതായിരുന്നു നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഫസ്റ്റ് മെത്തേഡ്. റിട്ടേണിങ് ദ ടൈറ്റിൽസ് ഓഫ് ഓണേഴ്സ്, അല്ലേ, ബഹുമതി ടൈറ്റിൽസ്. ഇപ്പം നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിനൊക്കെ അങ്ങനെയുള്ള ടൈറ്റിൽസ് ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ധാരാളം പേരുണ്ടായിരുന്നു കേട്ടോ ടൈറ്റിൽസ്. ആ ടൈറ്റിൽസ് എല്ലാം അവർ തിരിച്ചു കൊടുത്തു. ദേ റിട്ടേണിങ് ദ ടൈറ്റിൽസ് ഓഫ് ഓണേഴ്സ് ഗ്രാൻഡഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ദ സെക്കൻഡ് മെത്തേഡ്, റിസൈനിങ് ഫ്രം ഗവൺമെൻറ് ജോബ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഏതൊക്കെ ജോബുകൾ ആളുകൾ നമ്മൾ ഇന്ത്യക്കാർ ചെയ്യുന്നുണ്ടോ, ദേ റിസൈൻ, അവരെല്ലാവരും റിസൈൻ ചെയ്തു. അഡ്വക്കേറ്റ്സ് ബോയ്ക്കോട്ടിങ് ബ്രിട്ടീഷ് കോർട്ട്. ബ്രിട്ടീഷ് കോർട്ടുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ അഡ്വക്കേറ്റ്സ് ദേ ബോയ്ക്കോട്ട്, അവർ ആ കോർട്ട് ബോയ്ക്കോട്ട് ചെയ്തു. എന്താ ബോയ്ക്കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിച്ചു, അവിടെ പോകാതായി. ദെൻ സ്റ്റുഡൻസ് ബോയ്ക്കോട്ട് ബ്രിട്ടീഷ് റൺ സ്കൂൾസ്. ബ്രിട്ടീഷുകാർ റൺ ചെയ്യുന്ന സ്കൂൾസ് അവിടെ ഇന്ത്യക്കാർ പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ എല്ലാവരും അത് ബോയ്ക്കോട്ട് ചെയ്തു. Students boycott British run schools. Then the people of India, they boycott foreign goods, boycott legislative assemblies. ബ്രിട്ടീഷുകാരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ മെമ്പർഷിപ്പ് ഉള്ള ഇന്ത്യക്കാരുണ്ടായിരുന്നു. ദേ ബോയ്ക്കോട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. അന്നത്തെ പാർലമെൻറ്റിനാണ് എന്ത് പേര് പറയുക, ലെജിസ്ലേറ്റീവ് അസംബ്ലി. ആ അസംബ്ലീസിലെ ഇന്ത്യക്കാരായിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർ ബോയ്ക്കോട്ട് ചെയ്തു. ഫോറിൻ ഗുഡ്സ് മുഴുവൻ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്തു. വി ബോയ്ക്കോട്ട് ഓൾ ഫോറിൻ ഗുഡ്സ്.
ബ്രിട്ടീഷുകാർ ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് വിറ്റ എല്ലാ ഫോറിൻ ഗുഡ്സും നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യുകയും ഈവൻ വി ബേൺ ദാറ്റ് ഫോറിൻ ഗുഡ്സ്, നമ്മളത് കത്തിച്ച് കളഞ്ഞു. പീപ്പിൾ അത് കൂട്ടിയിട്ട് കത്തിച്ചു. ദേ ബോയ്ക്കോട്ട് ഫോറിൻ ഗുഡ്സ്. Then they boycott legislative assemblies. Students boycott British-run schools. Advocate boycott courts. Resign government jobs. Then return titles of honor. All these methods are adopted as the part of non-cooperation movement. ഗാന്ധിജി പറഞ്ഞതനുസരിച്ച് ആളുകൾ ഇതെല്ലാം ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ ഈ ബോയ്ക്കോട്ട് ചെയ്തു, റിസൈൻ ചെയ്തു, റിട്ടേൺ ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ചില കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അഡീഷനായിട്ട് നമ്മൾ പറയണം, വി സ്റ്റാർട്ടഡ് ന്യൂ സ്കൂൾസ്, വി സ്റ്റാർട്ടഡ് ന്യൂ ഫാക്ടറീസ്, വി സ്റ്റാർട്ടഡ് ന്യൂ ബാങ്ക്സ്, വി സ്റ്റാർട്ടഡ് സ്പിന്നിങ് ഖാദി ക്ലോത്ത്സ്. ഓക്കെ, അപ്പം നമ്മൾ ഇതൊക്കെ ബോയ്ക്കോട്ട് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്തുകൂടി ചെയ്തു, നമ്മൾ ഇവിടെ സ്വന്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തതാണ്. പല കുട്ടികളും അതങ്ങ് വിട്ടുപോകും. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ബോയ്ക്കോട്ട് ചെയ്തതും റിട്ടേൺ ചെയ്തതും മാത്രമേ നമ്മൾ ഓർക്കത്തുള്ളൂ. അത് മാത്രമല്ല, ആ കൂടെ നമ്മൾ സ്വന്തമായിട്ട് ഫാക്ടറികളും സ്വന്തമായിട്ട് സ്കൂളുകളും സ്വന്തമായിട്ട് കോളേജുകളും സ്വന്തമായിട്ട് ഖാദിയും ഒക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ സ്വന്തമായിട്ട് നമ്മൾ വീറ്റും അതുപോലുള്ള ഗ്രെയിൻസൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ ഇൻഡിഗോ പ്ലാന്റേഷനൊക്കെ നമ്മൾ നിർത്തിവെച്ചു. ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഈവൻ ഒരു ഷിപ്പ് നിർമ്മിക്കുന്ന കമ്പനി പോലും നമ്മുടെ തമിഴ്നാട്ടിൽ ആരംഭിച്ചു. കപ്പലോട്ടിയ തമിഴൻ കേട്ടിട്ടില്ലേ നിങ്ങളായി? പി ചിദംബരംപിള്ള എന്ന് പറയുന്ന അദ്ദേഹം ഒരു ഷിപ്പ് ബിൽഡിംഗ് ഫാക്ടറി തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങളും എന്തിൻ്റെ ഭാഗമായിട്ട് നടന്നു? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. വിച്ച് വേർ ദ കീ പ്രോഗ്രാംസ് ഡ്യൂറിങ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ അത് എഴുതിക്കോണം. വിച്ച് വേർ ദ കീ പ്രോഗ്രാംസ്? നമ്മൾ എന്തൊക്കെ പ്രോഗ്രാമുകളൂടി ഇവിടെ അറേഞ്ച് ചെയ്തു? സ്ട്രെങ്തനിങ് സോഷ്യൽ ഹാർമണി, ഹിന്ദു മുസ്ലിം യൂണിറ്റി, പ്രൊമോട്ടിംഗ് ദ യൂസ് ഓഫ് നാഷണൽ പ്രോഡക്ട്സ്. നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന ഇൻഡിജിനസ് പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. പോപ്പുലറൈസിങ് ഖാദി നമ്മൾ ഉണ്ടാക്കി, അത് പോപ്പുലർ ആക്കി, ആളുകളൊക്കെ ഖാദി ക്ലോത്തുകൾ ധരിക്കാൻ തുടങ്ങി. എസ്റ്റാബ്ലിഷിംഗ് നാഷണൽ സ്കൂൾസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നാഷണൽ കോളേജസ് ആൻഡ് ഫാക്ടറീസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ചില പ്രോഗ്രാമുകളൂടി നമ്മൾ ചെയ്തു. ഓക്കെ, ദെൻ പാർട്ടിസിപ്പേഷൻ ഓഫ് വേരിയസ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഓൺ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഓരോ സെക്ഷനും എന്ത് ചെയ്തെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഓരോരോ സെക്ഷൻസിനെ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പഠിക്കാൻ പോവാം. വിമൻ എന്ത് ചെയ്തു, വർക്കേഴ്സ് എന്ത് ചെയ്തു, സ്റ്റുഡൻസ് എന്ത് ചെയ്തു, ട്രൈബൽ പീപ്പിൾ എന്ത് ചെയ്തു, പെസൻസ് എന്ത് ചെയ്തു. ഇന്ത്യയിലെ പല കാറ്റഗറീസ് ഓഫ് പീപ്പിള് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ അവരുടെ പാർട്ടിസിപ്പേഷൻ എന്തായിരുന്നു നമ്മൾ 1 by 1 പഠിക്കാൻ പോവാം. സെപ്പറേറ്റ് പഠിക്കാൻ പോവാം. വിമൻ എന്താ ചെയ്തത്? വിമൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മൂവ്മെൻറ്റ് ബൈ ബോയ്ക്കോട്ടിങ് ഫോറിൻ ഗുഡ്സ്. വിമൻ പീപ്പിളിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഫോറിൻ ഗുഡ്സ് അല്ലേ, ഫോറിൻ ക്ലോത്ത്, ഫോറിൻ ഐറ്റംസ് ഒക്കെ അവർക്ക് ഇഷ്ടമാണ്, ഫോറിൻ പെർഫ്യൂംസ് ഒക്കെ. ഇതെല്ലാം അവർ ബോയ്ക്കോട്ട് ചെയ്തു. അതൊക്കെ കൊണ്ടുപോയിട്ട് കൂട്ടിയിട്ട് കത്തിച്ച് കളഞ്ഞു. ആൻഡ് കളക്റ്റിംഗ് ആൻഡ് ബേണിംഗ് ഫോറിൻ ക്ലോത്ത്. കളക്ട് ചെയ്ത് ബേൺ ചെയ്ത് കളഞ്ഞു ഫോറിൻ ക്ലോത്ത്. അപ്പോൾ വിമൻ എത്രമാത്രം എനർജറ്റിക്കായിട്ടാണ്, എത്രമാത്രം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ അവരുടെ മനസ്സർപ്പിച്ചെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി വർക്കേഴ്സ് എന്ത് ചെയ്തു? വർക്കേഴ്സ് ഓൾസോ റെസ്പോണ്ടഡ് ആക്റ്റീവ്ലി ഇൻ ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. വർക്കേഴ്സ് ഓഫ് ദി ബെക്കിംഗ്ഹാം കർണാട്ടിക് മിൽ ഇൻ മദ്രാസ്, plantation laborers in Assam and workers of the Assam Bengal Railway are among others who went on strike in support of the movement. ഈ മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ സ്ട്രൈക്കുകളൊക്കെ വർക്കേഴ്സ് അറേഞ്ച് ചെയ്തു. അതിലൊന്നാമത്തെ ബക്കിംഗ്ഹാം കർണാട്ടിക് മിൽ, അത് ബ്രിട്ടീഷുകാരുടെ ഒരു മില്ലായിരുന്നു. അവിടുത്തെ വർക്കേഴ്സ് സ്ട്രൈക്ക് ആരംഭിച്ചു. ആൻഡ് പ്ലാന്റേഷൻ ലേബറേഴ്സ് ഓഫ് ആസാം, ആസാമിലെ ബ്രിട്ടീഷുകാരുടെ പ്ലാന്റേഷൻ, അതായത് ഇൻഡിഗോയോ അങ്ങനെയൊക്കെയുള്ള ക്യാഷ് ക്രോപ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ചില പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു ആസാമിൽ. ആർക്ക്? ഇന്ത്യക്കാരുടെ പ്ലാന്റേഷൻ അല്ല, ബ്രിട്ടീഷുകാരുടെ പ്ലാന്റേഷൻ. അവിടെ ജോലി ചെയ്തിരുന്ന നമ്മുടെ ഇന്ത്യൻ വർക്കേഴ്സും സ്ട്രൈക്ക് ചെയ്തു.
അതുപോലെ തന്നെ ആസാം ബംഗാൾ റെയിൽവേക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കുറേ ഇന്ത്യൻ വർക്കേഴ്സ് ഉണ്ടായിരുന്നു, അവരും സ്ട്രൈക്ക് ആരംഭിച്ചു. ഇനി സ്റ്റുഡൻസ് എന്ത് ചെയ്തു നോക്കിയേ, നോക്കിക്കുക അന്നത്തെ സ്റ്റുഡൻസ്, തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് ബോയ്ക്കോട്ട് ഗവൺമെൻറ് സ്കൂൾസ്. ഗവൺമെൻറ് സ്കൂൾസ് മീൻസ് ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്കൂൾസ് ആൻഡ് കോളേജസ്. ദേ എൻറോൾഡ് ഇൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു കണ്ടിന്യൂ ദെയർ സ്റ്റഡീസ്. എന്നിട്ട് അവർ പോയി ഇന്ത്യൻ സ്കൂളിൽ അഡ്മിഷൻ എടുത്തു, ഇന്ത്യൻ കോളേജിൽ അഡ്മിഷൻ എടുത്തു, എന്നിട്ട് അവരുടെ സ്റ്റഡി കണ്ടിന്യൂ ചെയ്തു. ദ കാശി വിദ്യാപീഠ് ഇൻ ബനാറസ് ആൻഡ് ഗുജറാത്ത് വിദ്യാപീഠ് ഇൻ ജാമിയ മിലിയ ഇസ്ലാമിയ ഇൻ അലിഗ്ര വേർ എമംഗ് ദി ഇന്ത്യൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫൗണ്ട് ഡ്യൂറിങ് ദിസ് ടൈം. അപ്പോൾ നമ്മൾ 3 പ്രധാനപ്പെട്ട കോളേജുകൾ അന്ന് സ്റ്റാർട്ട് ചെയ്തു. ബനാറസ് സർവകലാശാല, അതുപോലെ തന്നെ ജാമിയ മിലിയ സർവകലാശാല, അതുപോലെ ഗുജറാത്ത് വിദ്യാപീഠ്. ഇങ്ങനെ പ്രധാനപ്പെട്ട 2-3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റുഡൻസ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സ്കൂളുകൾ ബോയ്ക്കോട്ട് ചെയ്യുകയും ഇന്ത്യൻ സ്കൂളിൽ പാർട്ടിസിപ്പേഷൻ എടുക്കുകയും ചെയ്തു. ഓക്കെ, ഇനി ട്രൈബൽ പീപ്പിളിലേക്ക് വരാം. ദ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ മൂവ്മെൻറ്റ് ബൈ ഡിഫൈൻ ബ്രിട്ടീഷ് ഇമ്പോസസ് ഫോറസ്റ്റ് ലോസ്. ബ്രിട്ടീഷുകാരുടെ ഫോറസ്റ്റ് ലോ അവരെ വയലേറ്റ് ചെയ്തു. ദീസ് ലോസ് ഹാഡ് റെസ്ട്രിക്റ്റഡ് ആക്സസ് ടു ഫോറസ്റ്റ് റിസോഴ്സസ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഫോറസ്റ്റ് റിസോഴ്സസിനെ ടാക്സ് ഏർപ്പെടുത്തുകയും അത് നിരോധിക്കുകയും ചെയ്തു, അത് കളക്ട് ചെയ്യുന്നത്. ഈ ട്രൈബൽ പീപ്പിൾ അതിനെതിരെ നമ്മൾ മുണ്ട കലാപം, അതുപോലുള്ള കലാപങ്ങളൊക്കെ നമ്മൾ ബിർസ മുണ്ടയെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ട്രൈബൽ പീപ്പിളും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തു. ഏതിൻ്റെ ഭാഗമായിട്ട്? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ഇനി പെസൻസ്, നമുക്കറിയാം ഇന്ത്യയിലെ ഒരു വലിയ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന പെസൻസാണ്. അവരെന്ത് ചെയ്തെന്ന് നോക്കിയേ, പെസൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ മൂവ്മെൻറ്റ് ഇൻ ലാർജ് നമ്പേഴ്സ്. ദ അവധ് കിസാൻ സഭ വാസ് ഫോംഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു ഡ്യൂറിങ് ദിസ് പീരീഡ്. നോൺ കോപ്പറേഷൻ സമയത്ത് ആരംഭിച്ച, ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ഗ്രൂപ്പായിരുന്നു, ഒരു സഭയായിരുന്നു അവധ് കിസാൻ സഭ. പെസൻസ് ആയിരുന്നു അതിലെ മെമ്പേഴ്സ്. ഇൻ ബംഗാൾ പെസൻസ് ബോയ്ക്കോട്ട് ജൂട്ട് കൾട്ടിവേഷൻ. ജൂട്ട് കൾട്ടിവേഷൻ അവർ നിർത്തിവെച്ചു. ബംഗാളിലെ പെസൻസ് ജൂട്ട് ആർക്ക് വേണ്ടി അവർ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്? ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയാണ്. ബ്രിട്ടീഷുകാരുടെ ഫാക്ടറിയിൽ ജൂട്ട് അല്ലേ, അതിൻ്റെ റോ മെറ്റീരിയൽ വേണം, അതിനാണ് അവർ നിർബന്ധിച്ച് കൃഷി ചെയ്യിപ്പിച്ചത്. അപ്പോൾ ബംഗാളിലെ കർഷകർ എന്ത് തീരുമാനമെടുത്തു? നോൺ കോപ്പറേഷൻ്റെ ഭാഗമായിട്ട് ദേ സ്റ്റോപ്പ് ജൂട്ട് കൾട്ടിവേഷൻ. ദേ ചൂസ് ദ ഗ്രോ ഓഫ് റൈസ് ആൻഡ് കോട്ടൺ ഇൻസ്റ്റെഡ് ഓഫ് ജൂട്ട്. അവർ ജൂട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് കോട്ടണും റൈസും കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് പെസൻസ് എടുത്ത ഏറ്റവും വലിയ തീരുമാനം. ദേ സ്റ്റോപ്പ് ദ കൾട്ടിവേഷൻ ഓഫ് ജൂട്ട് ആൻഡ് ദേ സ്റ്റാർട്ടഡ് ദ കൾട്ടിവേഷൻ ഓഫ് റൈസ് ആൻഡ് കോട്ടൺ. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് വെർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ബിഹൈൻഡ് ദ ഡിസിഷൻ ടു ഗ്രോ റൈസ് ആൻഡ് കോട്ടൺ ഇൻസ്റ്റെഡ് ഓഫ് ജൂട്ട്? എന്തിനായിരിക്കും റൈസും കോട്ടണും സ്റ്റാർട്ട് ചെയ്യുകയും ജൂട്ടിൻ്റെ പ്രൊഡക്ഷൻ നിർത്തുകയും ചെയ്തത്? ടു ഫോഴ്സ് ബ്രിട്ടീഷ് ഓണേഴ്സ് ടു ക്ലോസ് ഡൗൺ ദെയർ ജൂട്ട് മിൽസ് ബൈ കട്ടൈലിംഗ് ദ സപ്ലൈ ഓഫ് ജൂട്ട്. ജൂട്ട് റോ മെറ്റീരിയൽ കിട്ടുന്നില്ലെങ്കിൽ എങ്ങനെ ഫാക്ടറികൾ കൊണ്ടുപോകാൻ പറ്റും? ജൂട്ട് ഫാക്ടറി. അപ്പോൾ ബ്രിട്ടീഷുകാരെ അവരുടെ ജൂട്ട് ഫാക്ടറികളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി, അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ടു ഫോഴ്സ് ബ്രിട്ടീഷ് ഓണേഴ്സ് ടു ക്ലോസ് ഡൗൺ ദെയർ ജൂട്ട് മിൽസ് ബൈ കട്ടൈലിംഗ് ദ സപ്ലൈ ഓഫ് ജൂട്ട്. ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ബൈ എക്സ്പാൻഡിങ് റൈസ് കൾട്ടിവേഷൻ. നമുക്കറിയാം ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഇന്ത്യയിൽ വലിയൊരു ഫാമിൻ ഉണ്ടായി, വലിയൊരു ഫുഡ് ഷോർട്ടേജ് ഉണ്ടായി. അപ്പോൾ ആ ഫുഡ് ഷോർട്ടേജിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൂടിയാണ് റൈസ് കൾട്ടിവേഷൻ തുടങ്ങിയത്. ടു എൻഷുർ ഫുഡ് സെക്യൂരിറ്റി, സഫിഷ്യൻസി ഇൻ ഫുഡ്. ദെൻ ടു ഇൻക്രീസ് ദ യൂസ് ഓഫ് ഖാദി ആൻഡ് ജനറേറ്റ് ഖാദി റിലേറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ബൈ മേക്കിംഗ് കോട്ടൺ അവൈലബിൾ. അപ്പോൾ കോട്ടൺ കൾട്ടിവേഷൻ തുടങ്ങാനുള്ള കാരണം ടു ഇൻക്രീസ് ദ യൂസ് ഓഫ് ഖാദി ഉണ്ടാക്കണമെങ്കിൽ കോട്ടൺ വേണം അല്ലേ, കോട്ടൺ തുണികളാണ് ഖാദി എന്ന് പറയുന്നത്. അപ്പോൾ ഖാദി റിലേറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റി ഇന്ത്യക്കാർക്ക് ലഭിക്കാനും ഖാദിയുടെ യൂസ് സ്പ്രെഡ് ചെയ്യാനും വേണ്ടിയാണ് ദേ സ്റ്റാർട്ടഡ് ദ കൾട്ടിവേഷൻ ഓഫ് കോട്ടൺ. ഓക്കെ, അപ്പം ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയും ഖാദി ക്ലോത്ത് വൈഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയും ഒക്കെ, അതുപോലെ ജൂട്ട് ഫാക്ടറികൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൊഡക്ഷൻ തുടങ്ങിയത്. ഓക്കെ, പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ചൗരി ചൗര ഇൻസിഡൻറ്റ്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു ഇൻസിഡൻ്റാണ് ഈ ചൗരി ചൗര. ചൗരി ചൗര എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ഒരു സ്ഥലമാണ് ഈ ചൗരി ചൗര. അവിടെ ഗാന്ധിജിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, ഗാന്ധിജിയെ വലിയ ദുഃഖത്തിലേക്ക് കൊണ്ടുവന്ന ഒരു സംഭവം നടന്നു. ആ സംഭവമാണ് ചൗരി ചൗര ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്.
നമുക്കറിയാം ഗാന്ധിജി ഒരിക്കലും വയലൻസ് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തായിരുന്നു, ഒരിക്കലും വയലൻസിലേക്ക് പോകരുത്, അഹിംസയായിരിക്കണം. പക്ഷേ ചൗരി ചൗരായിൽ ജനങ്ങൾ അത് ലംഘിച്ചു. നമുക്ക് പഠിക്കാം എന്താ സംഭവിച്ചെന്ന്. ഓൺ ഫെബ്രുവരി 5, 1922 നമ്മൾ 1919 റൗലറ്റ് ആക്ട്, ജാലിയൻവാല ബാഗ് ഒക്കെ പിന്നിട്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും പിന്നിട്ട് നമ്മൾ 22-ലെത്തി. 22-ലാണ് ഈ ചൗരി ചൗര ഇൻസിഡൻറ്റ് നടന്നത്. ഓൺ ഫെബ്രുവരി 5, 1922 ടെൻഷൻസ് എക്സ്കലേറ്റഡ് ബിറ്റ്വീൻ നോൺ കോപ്പറേഷൻ പ്രൊട്ടസ്റ്റേറ്റ് ആൻഡ് ദ പോലീസ് അറ്റ് ചൗരി ചൗര ഇൻ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ചൗരി ചൗരായിൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു റാലി നടക്കുകയായിരുന്നു, ഒരു പീസ്ഫുൾ റാലി. പക്ഷേ അവിടെ പോലീസുകാർ ഈ പ്രൊട്ടസ്റ്റേഴ്സുമായിട്ട്, നമ്മുടെ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിലെ ഫ്രീഡം ഫൈറ്റേഴ്സുമായിട്ട്, പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന പ്രൊട്ടസ്റ്റേഴ്സുമായിട്ട് ഒരു ടെൻഷൻ എസ്കലേറ്റ് ചെയ്തു. അവിടെ ഒരു പ്രശ്നമുണ്ടായി. ആൻ ഇഷ്യൂ ആൻഡ് എമർജ് മോബ് സെറ്റ് ദ പോലീസ് സ്റ്റേഷൻ ഓൺ ഫയർ. അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ചൗരി ചൗരായിലെ ഈ റാലിയിലേക്ക് പോലീസുകാർ ഫയർ ചെയ്തു. ദെൻ വാട്ട് ഹാപ്പൻ, ദ മോബ്, ആ ജനക്കൂട്ടം, ദേ സെറ്റ് ഫയർ ടു ദ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനെ തീ വെച്ചു. എൻറേജ്ഡ് മോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോബിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പ്രവചിക്കാൻ പറ്റുകയില്ല അല്ലേ. അവർ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ച അവരെ പോലീസ് സ്റ്റേഷൻ കത്തിച്ചു, സെറ്റ് ഫയർ. 22 പോലീസ്മെൻ ഡൈഡ്. അതിനകത്തുണ്ടായിരുന്ന 22 പോലീസുകാരെ രക്ഷപ്പെടാൻ അനുവദിച്ചില്ല, അവർ വെന്തു മരിച്ചു. ദേ ഡൈഡ്. ഗാന്ധിജി ഡിസൈഡഡ് ടു സ്റ്റോപ്പ് ദ മൂവ്മെൻറ്റ്. ഇതറിഞ്ഞ ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു. ഗാന്ധിജി ഡിക്ലെയർ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു ബിക്കോസ് ദ അജിറ്റേഷൻ വയലേറ്റഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് നോൺ വയലൻസ്. നോൺ വയലൻസ് എന്ന് പറയുന്ന ഗാന്ധിജി പറഞ്ഞ ആ ഒരു പ്രിൻസിപ്പിൾ അജിറ്റേഷൻ അത് വയലേറ്റ് ചെയ്തതുകൊണ്ട് ഗാന്ധിജി ഡിക്ലെയർഡ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വാസ് സ്റ്റോപ്ഡ്. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വൺ വേർഡ് വരാം. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഗാന്ധിജി സ്റ്റോപ്പ് ചെയ്യാൻ കാരണമായ ഇൻസിഡൻറ്റ് എന്തായിരുന്നു? എന്തെഴുതണം? ചൗരി ചൗര ഇൻസിഡൻറ്റ്. എവിടെയാണ് ഇത് നടന്നത്? ഉത്തർപ്രദേശ്. എന്നാണ് നടന്നത്? ഫെബ്രുവരി 5, 1922. എന്താണ് അവിടെ സംഭവിച്ചത്? പീപ്പിൾ സെറ്റ് ഫയർ ദ പോലീസ് സ്റ്റേഷൻ ആൻഡ് 22 പോലീസ്മെൻ ഡൈഡ്. ഓക്കെ. ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലും വലിയ പ്രശ്നങ്ങളുണ്ടാക്കി, വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കി. ധാരാളം ലീഡേഴ്സ് അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും ഒരുപാട് ലീഡേഴ്സ് ഗാന്ധിജി ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ഏതായാലും ഗാന്ധിജി തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു. അദ്ദേഹം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റോപ്പ് തന്നെ ചെയ്തു. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. നാളെ നമ്മൾ 22-ന് ശേഷം ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കുന്ന ഒന്നാണ് ബാർഡോലി പെസൻസ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ സൈമൺ കമ്മീഷനും ഒക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. താങ്ക് യു ചിൽഡ്രൻ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.